തൊട്ടപ്പുറത്തെ ആളുകളോടെല്ലാം എനിക്ക് ഓരോ വോട്ട് തരാൻ പറയാം. അങ്ങനെ ഓരോ വോട്ട് പോരാ, തല കുടിക്കാൻ പോരാ. വിദ്യാഭ്യാസക്കാർ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BDJS സംസ്ഥാന ഉപാധ്യക്ഷൻ തഴവ സഹദേവനാണ്. നീണ്ട ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് എൻഡിഎ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് വൈകിയെങ്കിലും പ്രചാരണം ശക്തമാക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. BJPയുടെ പോഷക സംഘടനകളായിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് വരും എന്നറിഞ്ഞ നിമിഷം തൊട്ട് പാകപ്പെടുത്തിയിട്ടിരിക്കുന്ന മണ്ണാണ്. ജനം ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നു. ലോകാരാധ്യനായ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ ഇന്ത്യ സജ്ജമായി നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമാകണം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ, ഈശ്വരവിശ്വാസികൾ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇവിടെ ജയിക്കുമെന്ന കാര്യത്തിലേക്ക് യാതൊരു തർക്കമില്ല. അതിനുവേണ്ടി എന്റെ പ്രവർത്തകർ നിൽക്കുന്നതാണ്. ഈ പൊരിവേലത്ത് ഈ അമ്മപെങ്ങന്മാരും കുഞ്ഞുങ്ങളും സഹിതം വന്നു നിൽക്കുന്നത്. ജനം ഞങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. ശുഭാപ്തി വിശ്വാസമാണ് ജയിക്കുക തന്നെ ചെയ്യും. ഈ മണ്ഡലം സാധാരണ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതയുള്ള മണ്ഡലമാണ്. കുട്ടനാട് മുതൽ പത്തനാപുരം വരെ നീണ്ടുകിടക്കുന്ന നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ മുതൽ കശുവണ്ടി കർഷകരുടെ പ്രശ്നങ്ങൾ വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ എന്ത് വികസന വാഗ്ദാനമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ഞങ്ങൾ വെക്കുന്ന വികസന വാഗ്ദാനം ഒന്ന്, വികസനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ഒരു വകയും കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിജിയോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. വെക്കി 2000 കോടി വേണമെന്ന് പറഞ്ഞു. 30,000 കോടി രൂപയാണ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ഈ റോഡിന്റെ വികസനത്തിന് കൊടുത്തത്. നിങ്ങൾ ഈ സഞ്ചരിക്കുന്ന എല്ലാ റോഡുകളും എന്താ MPമാരും MLAമാരും അവരുടെ പേരെഴുതിനകത്ത് വെക്കാത്തത്? കേന്ദ്ര ഗവൺമെന്റ് വികസന സങ്കല്പമാണ്. ഒരു ദിവസം 27 കിലോമീറ്റർ നാഷണൽ ഹൈവേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാമീണ റോഡുകൾ പണ്ടുണ്ടായിരുന്നതിന് 3 ഇരട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാധാരണ മനുഷ്യന്റെയും പാവപ്പെട്ടവന്റെയും ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകൾ അവൻ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും മാറ്റാൻ കൃത്യമായി മണ്ഡലത്തിലെ ജനങ്ങളോടും ഇതുപോലുള്ള പാർട്ടി പ്രവർത്തകരോടും ചോദിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന സമീപനം എനിക്ക് വോട്ട് തന്ന് ജയിപ്പിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിരിക്കും. എനിക്കതിനകത്ത് യാതൊരു തർക്കമില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓരോ ദിവസവും ചിട്ടയായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും. ദിവസം കഴിയുന്തോറും പ്രചാരണ പ്രവർത്തനങ്ങളിൽ വീറും വാശിയും വർദ്ധിക്കുകയാണ്. അന്തരീക്ഷ ചൂടിനെ കവച്ചുവെക്കുന്ന തരത്തിലാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.